ഈ ഹാമ്പറിൻ്റെ ഒന്നും സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മളെ കയ്യിൽ നിന്ന് മിസ്സായി പോയിട്ടുണ്ടായിരുന്നേ. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെച്ചൊരു വീഡിയോ ആണ് നിങ്ങളെ കാണിക്കുന്നത്. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് കുറച്ച് വർക്ക് കാണാം. അതിൻ്റെ കൂടെ നമുക്ക് ഹാമ്പേഴ്സും അതേപോലെ ബൊക്കെ കേക്കും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പം ബൊക്കെ നമ്മൾ ഓൾറെഡി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ തലേന്ന് തന്നെ ഫ്ലവേഴ്സൊക്കെ വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഉള്ളത് കേക്ക്, അത് നമ്മൾ ഓൾറെഡി ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി പിറ്റേന്നാണ് നമ്മൾ ബാക്കി പരിപാടി നടത്തുക. അപ്പം എനിക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു, കേക്കിൻ്റെ മെറ്റീരിയൽസ് തന്നെ. അതിൻ്റെ കൂടെ തന്നെ അന്നേക്ക് വേണ്ട കേക്കിലേക്ക് വേണ്ട കുറച്ച് ഫ്രഷ് ഫ്ലവേഴ്സും കൂടെ കളക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് നമുക്ക് കേക്കിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ഇതിൽ സെറ്റാക്കി വെക്കുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കേക്കിലേക്ക് വെച്ച് സെറ്റാക്കാമല്ലോ. അപ്പോൾ നമ്മളത് ആദ്യം ക്ലിങ് റാപ്പ് ചെയ്തിട്ട് ആദ്യം ഒന്ന് ജസ്റ്റ് സെറ്റാക്കിയിട്ടാണ് കേക്കിലേക്ക് നമ്മൾ ഇൻസേർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് നമ്മൾ സെറ്റാക്കി വെച്ചത് ക്രം കോട്ട് അടിച്ചു, ഫൈനൽ അതിൽ സെറ്റാക്കി. അങ്ങനെ അത് നമ്മൾ സ്റ്റാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചത് വൈറ്റിലായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വൈറ്റും ഒരു ഡാർക്ക് ബ്ലാക്ക് കളർ പോലുള്ളൊരു കളേഴ്സാണ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്ന കളറ് വേണമെന്നൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം അവർ പറഞ്ഞ സ്ഥിതിക്ക് നമുക്കതൊന്ന് ചെയ്ത് കൊടുക്കാമല്ലോ. അങ്ങനെ നമ്മൾ കേക്കിൽ നമ്മൾ സ്റ്റാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി പരിപാടി നോക്കണം. ഒന്നാമത് അത്യാവശ്യം ലോങ് പോകേണ്ട കേക്കാണ്. നമ്മൾ അവിടെ നിന്നൊരു 10, 12, 13 കിലോമീറ്ററൊക്കെ ഉണ്ടാവും കേട്ടോ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ സെക്യൂർ ചെയ്തിട്ടില്ലെങ്കിൽ പണി കിട്ടും. റെഫറൻസ് തന്ന പിക്കിലുള്ളത് പോലെ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് വെക്കുകയാണ് കേട്ടോ. കേക്കിൽ ഫ്രഷ് ഫ്ലവർ വെച്ചിട്ട് നമ്മളിപ്പോൾ കുറേ ആയിട്ടോ ചെയ്തിട്ട്. ഓർഡേഴ്സ് അങ്ങനെയുള്ളൊരു ഓർഡേഴ്സും കുറവാണ്. ഇപ്പോൾ അധിക പേർക്കും നമ്മളുടെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് മതി. അതാകുമ്പോൾ പിന്നെ അവർക്ക് അത് എന്തിനെങ്കിലും യൂസ് ചെയ്യാം. ഇതൊരു ജസ്റ്റ് നമുക്കൊരു ഷോയ്ക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സ് 1 by 1 ആക്കിയിട്ട് സെറ്റാക്കി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ആലോചിച്ചത് എന്താ വെച്ചാൽ നമ്മൾ ഈ ഒരു കളറ് കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ ആ കളറ് കൊടുക്കണമെങ്കിൽ നമ്മൾ ആദ്യം കളറ് കൊടുത്തിട്ട് വേണം ഈ ഫ്ലവർ സെറ്റാക്കാൻ വേണ്ടിയിട്ട്. അപ്പം പിന്നെ നമ്മൾ ഫ്ലവേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് കളേഴ്സൊക്കെ ഒന്ന് ജസ്റ്റ് ആ ഒരു ഇതിൽ റെഫറൻസിലുള്ള പോലെ സെറ്റാക്കിയിട്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു, ആ ഒരു ഫ്ലവേഴ്സ് ഇൻസേർട്ട് ചെയ്ത് സെറ്റാക്കി എടുത്തു കേട്ടോ. ഈ ഒരു ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അവൾ എൻ്റെ കൂടെ ഫസ്റ്റ് മുതൽ 10th വരെ നമ്മൾ ഒരുമിച്ചായിരുന്നു കേട്ടോ. അപ്പം അവളുടെ ചേട്ടൻ എൻ്റെ ചേട്ടൻ്റെ കൂടെ പഠിച്ചായിരുന്നു. അങ്ങനെ നമ്മൾ ഫുൾ കമ്പനി ആയിരുന്നു. അങ്ങനെ അവളുടെ ഏട്ടൻ്റെ റിസപ്ഷന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഈ ഒരു കേക്ക് വരുന്നത്. ദെൻ നമ്മൾ ആ ഒരു ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ ആ ഒരു ചെറിയൊരു ടോപ്പർ ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഓക്കെ വെച്ചോളാൻ പറഞ്ഞു. അങ്ങനെ നമ്മൾ അതും വെച്ചു. പിന്നെ നമ്മളുടെ ഈ ജസ്റ്റ് മാരീഡ് ടോപ്പറും കൂടെ വെച്ചിട്ട് നമ്മളുടെ കേക്കിൻ്റെ ലുക്ക് കംപ്ലീറ്റ് ചെയ്തെടുത്തു കേട്ടോ. അങ്ങനെ നമ്മൾ പാക്ക് ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ഇനി നമുക്ക് ചെറിയൊരു ഇത് അവെഞ്ചേഴ്സ് ആണോ എന്ന് ചോദിച്ചാൽ അല്ലാന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. അപ്പം റെഫറൻസ് അയച്ചെന്നത് ഇങ്ങനെയായിരുന്നേ. ദെൻ നമ്മൾ എന്ത് ചെയ്തു, ചെറുതായിട്ട് നമ്മളൊന്ന് ചേഞ്ച് ചെയ്തു. അതായത് അതിലുള്ള ക്യാരക്ടേഴ്സിനെയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ടോയ് ആക്കി മാറ്റി. അതാകുമ്പോൾ അവന് പിന്നെയും കളിക്കാം, അത് യൂസ് ചെയ്യാമല്ലോ. പേപ്പർ പ്രിൻ്റൊക്കെ ആകുമ്പം പിന്നെ അവർക്ക് അത് ആ ഒരു ടൈമിന് മാത്രമേ യൂസ് ഉള്ളൂ, പിന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം ഇത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയതുകൊണ്ട് കസ്റ്റമറായിട്ടൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പം അവർക്കും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, വെച്ചോളാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ ടോയിലേക്ക് നീങ്ങി. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ ഓർഡർ നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചിയാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരുടെ മോൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആൾക്ക് ക്രീം വലിയൊരു ഇതില്ല, അതുകൊണ്ട് ക്രീം കുറച്ച് ചെയ്താൽ മതി എന്നായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ സാധാ നോർമലിനേക്കാളും ഒന്ന് കുറച്ചു, ഒരുപാടൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കുറച്ചിട്ട് ചെയ്തെടുത്തായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഏകദേശം ഫോക്സ് ഹോൾസും കാര്യങ്ങളൊക്കെ അറ്റാച്ച് ചെയ്തു. ദെൻ അവരുടെ മെയിൻ ഐറ്റംസ് താരങ്ങളെയൊക്കെ ഒന്ന് ജസ്റ്റ് നിർത്തി. പിന്നെ ബാക്കിൽ ഒരു നമ്മളുടെ സ്പൈഡർ വെബ് കൊടുത്തു. ദെൻ 6 ആൻഡ് ഹാപ്പി ബർത്ത്ഡേ ടോപ്പേഴ്സ് കൊടുത്തു. ആ ടോയ്സിനൊക്കെ കാണാൻ എന്ത് ക്യൂട്ടാല്ലേ, നൈസ് സാധനം കേട്ടോ. അധികം വെയിറ്റ് ഒന്നുമില്ല, കാണുമ്പോൾ ചെറിയ വെയിറ്റൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒട്ടും വെയിറ്റ് ഇല്ല, വെയിറ്റ്ലെസ്സാണ്. അതുകൊണ്ട് തന്നെ കേക്കിലൊക്കെ നമുക്ക് വെക്കാനും വലിയൊരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ.
അങ്ങനെ നമ്മളത് കൊടുത്തു. അത് കൊടുത്തു പോകുന്ന വഴിക്ക് നമുക്ക് ചെറിയൊരു ബൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അത് മുന്നേ ഉള്ള ഈ ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നില്ലേ, ഹാമ്പേഴ്സ് കാര്യങ്ങളൊക്കെ, അത് അവരുടെ വീട്ടിൽ നിന്നായിരുന്നു സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് എനിക്ക് ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നില്ല, ബൊക്കെ മാത്രമേ ഉള്ളൂ. അങ്ങനെ ബൊക്കയും ഏന്തി ഞാൻ കുറേ വെയിറ്റ് ചെയ്തു. അതിനുശേഷം അവർ വന്നു. അങ്ങനെ ഞാൻ ബൊക്കയും കൊടുത്തു, കാറിൽ കയറി എന്നെ അവർ കൊണ്ടുപോയത് വേറെ എവിടേക്കുമല്ല, അവളൊരു ചെറിയൊരു പെണ്ണ് കാണൽ ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടായിരുന്നു നമ്മൾ ബൊക്കയും ഹാമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയിട്ടും നമുക്ക് പണി തന്നെയാണ്. നമ്മൾ ചെറിയൊരു ഡെലിവറി ആയിട്ട് നമ്മൾ അഗരവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, അടുത്ത വീഡിയോയിൽ കാണാമല്ലേ.